ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കോഴികൾക്കും താറാവിനും ബേഡ്സിനൊക്കെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് BSF ലാർവ. ഈ ലാർവ നമുക്ക് ഇന്ന് എങ്ങനെ ഉണ്ടാക്കാം, എന്തിനു കോഴികൾക്ക് കൊടുക്കണം, കോഴികൾക്ക് കൊടുക്കൊണ്ട് എന്താ ഗുണം എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 20 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഞാൻ 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പുഴു ഉണ്ടാക്കുകയും ചെയ്യണം. ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് നമുക്ക് എന്തെങ്കിലും പച്ചക്കറിക്കോ ചെടികൾക്ക് ഇടിയാൻ വേണം, നടാനും എടുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചകിരിച്ചോറെടുത്ത് ഇങ്ങനെ പൊടിച്ച് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറമെ നമുക്ക് വീട്ടിലുള്ള വേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ തന്നെ ഉള്ളിത്തൊണ്ടും പച്ചക്കറി വേസ്റ്റും ഒക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ബക്കറ്റിൽ അടച്ചു വെക്കാം. അപ്പോൾ ബക്കറ്റിൽ വെക്കുമ്പോൾ ഇതുപോലെ ആദ്യം ഒരു അടിയിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ മേളിൽ ഒരു ചെറിയൊരു മൂടിപ്പാത്രം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടാണ് മേളിൽ ഞാനിങ്ങനെ വെക്കുന്നത്. എൻ്റെ മേളിൽ 2 തടി കഷ്ണം ഒക്കെ പോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടിയിൽ വെള്ളം വെച്ച് എന്തിനാന്ന് വെച്ചാൽ അത് സൈഡിൽ വെള്ളം വെച്ചില്ലെന്ന് ഇതിൻ്റെ ഉറുമ്പ് കയറും. ഈ ഉറുമ്പ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് പുഴുക്കൾ അധികം ഉണ്ടാവില്ല. അതിനാണ് നമുക്ക് പുഴുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയാണ് 1 റൗണ്ടിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബക്കറ്റൊക്കെ സെറ്റായിട്ടുണ്ട്, പുഴുക്കളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടംപോലെ പുഴു എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ബോക്സും വലയൊക്കെ ഇട്ട്. അപ്പോൾ ഈ വേസ്റ്റ് വലതിൻ്റെ മുകളിലേക്ക് ഇടും. എന്നിട്ടിത് താഴത്തേക്ക് പുഴുക്കൾ ബോക്സിലേക്ക് വീഴാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ലാർവ എന്തിനാണ് നമ്മൾ ചെയ്യണതെന്നല്ലേ, ഇത് ഞങ്ങൾ മെയിനായിട്ട് കോഴികൾക്ക് കൊടുക്കാനാണ് കേട്ടോ ശരിക്കും ഇത് എടുത്തത്. നമ്മൾ ശരി കോഴികൾക്ക് നമ്മുടെ ഫുഡ് കൊണ്ട് കൂടെ തന്നെ ഒരു സമയം നമുക്ക് ഈ പുഴുക്കളെയും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും, വളർച്ചയുണ്ടാവും, മുട്ടയും കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില കോഴികളൊക്കെ 1-2 മുട്ടയിടും, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് മുട്ടമ്പഴം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇതൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുവാണെങ്കിൽ ശരിക്കും കോഴികൾക്കും താറാവും മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കൊടുക്കുക. ധാന്യങ്ങളുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കുക. പിന്നെ ഇലക്കറികളല്ല, ഇലകളില്ലേ, പച്ചിലകൾ, പുല്ലുകൾ, അത് കൊടുക്കുക. പിന്നെ ഇതുപോലെ പുഴുക്കളും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് നല്ല ആരോഗ്യമുള്ള കോഴിയായിരിക്കും. നമ്മളെപ്പോഴും ഈ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ BSF ലാർവ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന ഈച്ച വന്നിട്ട് ഈ വേസ്റ്റിൽ വന്ന് മുട്ടയിടും. ഈ മുട്ടയിട്ടിട്ട് ആ മുട്ടയിൽ നിന്നാണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നത്. ഈ പുഴുവാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുഴുക്കളെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ പുഴുവാൻ ഒരു 10-21 ദിവസം ആകുമ്പോഴാണ് കറക്റ്റ് വലിപ്പമാണ്. പക്ഷേ ഇത് 21 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പുഴു ചത്തും പോകട്ടെ ഓൾറെഡി. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അടിയിലുണ്ടായിരുന്ന കുറേ പുഴുവൊക്കെ നമുക്ക് ചത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അപ്പോൾ നിൽക്കുമ്പോൾ ഇത് നിറച്ച് താഴ്ത്തി വീഴാതെയൊക്കെയായി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ചെറിയ നെറ്റ് നമ്മൾ ആദ്യം വെച്ച് കാണിച്ചില്ലേ, അത് നമുക്ക് വലിയ പുഴുക്കളൊന്നും അടിയിലേക്ക് വീഴാതെ ഇത് നിറച്ചുള്ള പുഴുക്കൾ താഴത്തേക്ക് വീഴാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് ഇതുപോലെ നെറ്റ് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് സക്സസ് ആയി കിട്ടി. അപ്പോൾ വേസ്റ്റും താഴത്തേക്ക് പോയില്ല. കറക്റ്റ് ഈ പുഴുക്കൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ കുറേ സമയം താഴത്തേക്ക് അവർ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, കണ്ട അത് ചെറുതായിട്ട് താഴത്തേക്ക് വീഴും. പിന്നെ നമുക്ക് അതെടുത്തിട്ട് ഇപ്പോൾ ഈ ബക്കറ്റിൽ കുറേയൊക്കെ വിട്ടിട്ടുണ്ട്. ഇതേ പുഴുക്കളാണ് മൂലക്ക് മാറി നിൽക്കുന്നത് വേണ്ട, ഇത് പുഴുക്കൾ ആണ് മാറിയേക്കും. പിന്നെ നമുക്കിത് കോഴിക്ക് മാത്രമല്ല കേട്ടോ, താറാവിന് കൊടുക്കാം, പ്രാവിന് കൊടുക്കാം, അതുപോലെ ബേഡ്സിന് കൊടുക്കാം. പക്ഷെ ഞങ്ങൾ ഷോപ്പിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഈ കുപ്പിയിലാക്കി വരുമായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുപ്പിയിൽ ചെറിയൊരു കുപ്പി ഉണ്ടല്ലോ, ചെറിയ കുപ്പി എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ വിരലിൻ്റെ കത്രമുള്ള കുഞ്ഞു കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ, ആ കുഞ്ഞു കുപ്പിയിലേക്ക് അതിന് 100 രൂപയ്ക്ക് വരുന്നത്. അപ്പം ഞാനിങ്ങനെ എന്ത് സംഭവം ചോദിച്ചപ്പോഴാണ് ഇതാണ് സംഭവം, ഈ BSF ലാർവയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതായത് അവരത് ഉണക്കിയിട്ടാണ്, നല്ല ഫ്രഷ് അല്ല, ഉണങ്ങിയതായിരിക്കും, ഉണങ്ങിയ സാധനം. എന്നിട്ട് ഇത് ബേഡ്സ് വളർത്തുന്നവർക്കും അതുപോലെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. പിന്നെ ഇത് മീനുകൾ വളർത്തുന്നവർക്കും ഏറ്റവും ബെസ്റ്റാണ്. മീൻ വളർത്തുന്നവർക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മീനുകൾ പെട്ടെന്ന് വലുതായി കിട്ടുകയും ചെയ്യും. അതുങ്ങൾക്ക് ഫുഡും നമുക്ക് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കോഴിക്കാണെങ്കിലും നമുക്ക് ഒരു നേരത്തെ എപ്പോഴും നമുക്ക് കടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ എന്തായാലും ജസ്റ്റ് നമ്മുടെ വീട്ടിൽ വലിച്ചെറിയുന്ന വേസ്റ്റ് ഇങ്ങനെ
വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ചിലവും ഒരുപാട് കുറയും. നമുക്കിത് ഇത് കണ്ട ഇഷ്ടം പോലെ പുഴുക്കൾ. ഇത് നമുക്ക് ശരിക്കും ആ ബക്കറ്റിലുള്ള കംപ്ലീറ്റ് എടുത്തിട്ടില്ല കേട്ടോ, വെറും കാൽഭാഗം മാത്രം വേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ കുറച്ച് എടുത്ത് നമ്മൾ കൊടുത്തിട്ട്, അപ്പോൾ ഇതുപോലെ കോഴിക്ക് വെച്ച് കൊടുത്തിട്ട് കോഴി ചടപടയെന്ന് പറഞ്ഞാൽ നിന്ന് തീർത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവരിങ്ങനെ കൊത്താൻ ഓടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അവിടെ ഒരു ചെറിയൊരു ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആ ചട്ടിയിലേക്കാണ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ പുറകെ നടക്കാൻ കേട്ടോ അത് കഴിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ പുറകെ കിടന്നവർക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും താറാവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അവരിങ്ങനെ വേഗം കൊത്തി കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുഡ് ചിലവ് കുറക്കാം. അതുപോലെ തന്നെ കോഴികൾക്കും താറാവിനും മുട്ടക്കും നമുക്ക് പ്രതിരോധശേഷിയും കിട്ടും, വളർച്ചയുണ്ടാവും. അതുപോലെ മുട്ട ഉൽപ്പാദനവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ് തന്നെ നമുക്ക് മുതലാവത്തില്ല. കാരണം നമ്മൾ ഇപ്പോഴും ഓരോ ഫുഡിനും നല്ല റേറ്റ് ഉണ്ട്, ഫുഡിനൊക്കെ. അപ്പോൾ നമുക്കിത് എപ്പോഴും കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുമ്പോഴത്തേക്കും അതിന് പ്രതിരോധശേഷിയും കുറവായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് ചിലവായിരിക്കും. നമുക്ക് ഈ മുട്ട കൊടുത്ത് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവത്തില്ല. ബാക്കി നമുക്കൊരു രസത്തിന് വളർത്താം എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമുക്ക് മുട്ടയൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ 2 ദിവസത്തെ മുട്ടയാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുക. ഇത് നമ്മൾ കൊത്തിക്കാൻ വെച്ചേക്കണം കേട്ടോ. നമ്മൾ പുറത്തേക്ക് കൊടുക്കുമായിരുന്നു, പക്ഷേ നമുക്ക് ഇനി കൊത്തിക്കണം. കാരണം കൊത്തിക്കാൻ നമുക്ക് കുഞ്ഞുങ്ങളിപ്പം ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് കൊടുക്കാൻ ഈ സാധനം കയ്യിലില്ല. യൂട്യൂബ് കണ്ടിട്ടാണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിലേക്ക് വിളിക്കുന്നുണ്ട്. കോഴികളെ വേണം, നാടൻ കോഴികളാണ് എല്ലാവർക്കും വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ വേണം. പക്ഷെ നമുക്കിത് കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് എല്ലാം തീർന്ന്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്കിന് മുട്ടയൊക്കെ നമുക്ക് ഇനി കൊത്തിച്ചെടുക്കണം. അപ്പോൾ സ്റ്റോഡ് മുട്ടയൊക്കെ എടുത്ത് വച്ചേക്കുവാണ്. പക്ഷേ പൊരുന്നും കോഴിയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പൊരുന്നും കോഴി ആയിട്ടില്ല. എല്ലാ കോഴികളിപ്പോൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ മുട്ടയൊക്കെ ഇനി ഇൻക്യുബേറ്ററിലെങ്കിലൊക്കെ വെച്ച് വിരിയിച്ചെടുക്കണം. അപ്പോൾ നമുക്കല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ഇതല്ലേ, അവർക്ക് ഒരുപാട് പേര് ഇതുപോലെ നാടൻ കോഴികൾ കണ്ടിട്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കണം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചട്ടി നോക്കിയാൽ കംപ്ലീറ്റ് കാലിയാക്കിയിട്ടുണ്ട്. ഇത് എല്ലാം വാശിയോടെയാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ചട്ടിയൊക്കെ കംപ്ലീറ്റ് കാലിയായിട്ടുണ്ട്. മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി വൈകുന്നേരം അല്ലെങ്കിൽ നോക്കിയിട്ട് ബാക്കിയുള്ളത് കൊടുക്കാം. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ നമുക്കൊരു നിരത്താക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇനി അടുത്തുണ്ട്. ഒരു 1/4 ബക്കറ്റ് മാത്രമേ നമ്മൾ വേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് 1/2 ബക്കറ്റ് വേസ്റ്റ് കൂടി ഇനി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കുമ്പോഴേക്കും ഇവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തൊക്കെ ഫുഡ് കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.